ഗായ്സ്, അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇന്ന് വേറൊരു ബോക്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ചൈനയിൽ നിന്ന് വന്നതാണ്. ഡിസ്ക്രിപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അത് പറയുന്നത് ഫോൺ കേസ് എന്നാണ്. ഞാൻ എന്തായാലും ഫോൺ കേസ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. എന്താ സാധനം എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. മിക്കവാറും എന്തെങ്കിലും കുഞ്ഞു സാധനമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, അത്രയൊക്കെ പൊട്ടിയാൽ മതി. ഓഹോ, ഇത് പിള്ളേരുടെ കളിക്കുന്ന സാധനമാണ്. ഓ മൈ ഗോഡ്. ബോക്സ് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചളങ്ങി പൊളിഞ്ഞൊക്കെ തന്നെ വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും പ്രൊഡക്റ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജമ്പിങ് പൈററ്റ്, അതാണ് ഈ സാധനത്തിൻ്റെ പേര്. എന്തിനാണ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ മുമ്പ് വരുന്നതെന്ന്. കുറേ കത്തിയുണ്ട്, പ്ലാസ്റ്റിക്. ഓ, ഒരു പൈററ്റ് ഉണ്ട്. പിന്നെയുള്ളത് നമുക്ക് ഒരു ബാരലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞുള്ള സാധനങ്ങൾ. സംഭവം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അകത്തേക്ക് ഇട്ട് ഇതായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തേക്ക് സാധനം പോയി. നമ്മൾ ഇതിനിടും. ഈ ഇടുന്ന ഹോളുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് പിന്നീട് രണ്ടാമത് സെറ്റ് ചെയ്യാതെ എങ്ങനെയാണെന്നുള്ളത്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനം പൊങ്ങി തെറിച്ച് പോരും. അതാണ് സംഭവം. സോ അപ്പോൾ നമുക്ക് നമ്മുടെ കത്തികളെയൊക്കെ പുറത്തോട്ട് എടുക്കാം. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടി ഗെയിം എന്നുള്ള രീതിയിൽ കളിക്കാൻ പറ്റിയ സാധനമാണ്. പിള്ളേരുടെ കളിപ്പാട്ടം പോലെ ഇരിക്കണം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആൾക്കാരോ ആയിരിക്കണം, വീട്ടുകാരോ ആയിരിക്കണമൊക്കെ മൊത്തം കേൾക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നോക്കാം. ചോരുള്ള കത്തി മൊത്തം കുത്തി തീർക്കുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ലോക്കിങ് പോയത്. ഇത് റീസെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയണം നമുക്ക്, അല്ലേ? അതിനെന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഇവിടെ ആയിരുന്നു നേരത്തെ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തന്നെ ആദ്യം കുത്തി നോക്കാം. ഇല്ല ഇല്ല. അപ്പോൾ ഇത്രയുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ഫൺ ഗെയിം തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര കളറുണ്ട്? 4 കളറാണുള്ളത്, അല്ലേ? 4 കളറുണ്ട്. അതായത് 4 പേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഗെയിം എന്നുള്ള രീതിയിൽ പറയാം. നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്ന പോലെ തന്നെ എല്ലാവരും കൂടെ കൂടുമ്പോൾ കളിക്കാൻ പറ്റിയ ഒരു ഗെയിം പോലെ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ അതിന് വേണ്ടി പറഞ്ഞു കൊടുക്കാം. അതായത് തോക്കുന്ന ആൾ എന്തെങ്കിലും ചെയ്യണമെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. റാൻഡം ഒരു സെലക്ടർ പോലെയാണ് ശരിക്കും പറഞ്ഞത് വർക്ക് ചെയ്യുന്നത്. നമുക്കും അറിയാൻ പാടില്ല ഏത് ലൊക്കേഷനിലാണ് ഉള്ളതെന്ന്. നമുക്ക് ഹോളിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റുമെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും അതിന് മാത്രം കാണാൻ മാത്രം പറ്റിയ ഗ്യാപ്പൊന്നും ഈ ഹോളുകൾക്ക് ഇല്ല എന്തായാലും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാലുള്ള പ്രൊഡക്റ്റ്. ഇതിനകത്തിനും മാത്രം റേറ്റ് ആയിട്ടില്ല. അതായത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തായാലും ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരാം. ഇപ്പോൾ തൽക്കാലം ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയും കുറച്ച് പ്രൊഡക്ട്സ് ഇങ്ങനെ വരാനുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് എന്തായിരിക്കും നിങ്ങൾക്കും അറിയാൻ പാടില്ല, എനിക്കും അറിയാൻ പാടില്ല. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരത്തേക്കും ബൈ.